ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതുകൊണ്ടാണ് കുറച്ച് അമ്പല വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ എണീച്ചു, ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുന്നതാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് വെച്ചാൽ നമുക്ക് അമ്പലത്തിൽ പോകണം, പെരളശ്ശേരി അമ്പലത്തിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഇറങ്ങാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബെഡൊക്കെ ഞാൻ വിരിച്ച് നീറ്റാക്കി വെച്ചു. പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം. ഇതാ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അമ്മയും കൂടെ നമ്മുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്, പെരളശ്ശേരി അമ്പലത്തിൽ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. മുട്ടക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സൺഡേസിലൊക്കെ നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയാണ് ആക്കാറുള്ളത് എല്ലായ്പ്പോഴും. അപ്പോൾ നമ്മൾക്കിന്ന് ഉച്ചക്ക് പുറത്തുനിന്നാണ് ഫുഡ്. നമ്മൾ ഇല്യൂഷൻ പാർക്ക് ഉണ്ടല്ലോ, അവിടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ തലകുത്തി വെക്കുന്ന വീടുണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ അമ്മ ഇതാ ചപ്പാത്തി പരത്തുന്നുണ്ട്. അങ്ങനെ നമുക്ക് അമ്മമ്മയ്ക്കും അച്ഛനും മാത്രമേ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഫുഡുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ട കറിയും ആക്കിയതിന് ശേഷം നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ തോട്ടത്തിൽ ഇതുപോലെ എല്ലാ ഇതും മരവും മുറിച്ചിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞു, തല മാത്രം കുളിച്ചു കേട്ടോ. ധൻഷു ബേബി ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല വെളിച്ചം ഉണ്ടാകും ഇങ്ങോട്ടേക്ക്, മരങ്ങളൊക്കെ വെട്ടിയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അച്ഛനും അമ്മമ്മയ്ക്കും കറി വേണമെന്ന്. അപ്പോൾ അവർക്കുള്ള കറിയും റെഡിയാക്കുന്നതാണ്. അങ്ങനെ ഞാൻ എന്താ പറയുക ഫ്രഷായി മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തല നേരത്തെ കുളിച്ചത് അത്രയും ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ട് പോകണ്ടല്ലോ. അപ്പോൾ അത് ധൻഷു ഡ്രസ്സൊക്കെ മാറി. അപ്പം ഞാനും ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ അമ്പലത്തിലോ നമ്മുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നമ്മുടെ കെട്ടിയ താലി ഇടാറുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക തീർച്ചയായും. അതായത് ചെറിയതാണോ ചെറിയ മാലയാണോ വീട്ടിൽ ഡെയിലി ഇടാറുള്ളത്, അതുപോലെ താലി എന്നും ഇട്ടുകൊണ്ട് നടക്കുമെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അമ്മമ്മയുടെ അടുത്ത് കറിയും കൊണ്ട് കൊടുത്തിട്ട് അമ്മമ്മയുടെ ബൈ ബൈ പറഞ്ഞതാണ് നമ്മൾ വണ്ടി കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ താലി ഇടാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഒരു ഫീലിങ്സ് തന്നെയാണ് താലി ഇടുക, സിന്ദൂരം അതൊക്കെ. പക്ഷേങ്കിൽ ഈ സ്വർണം ഉണ്ടല്ലോ, ഈ ഒരു കളറ് എൻ്റെ ഫേസിന് ഒട്ടും സ്യൂട്ടാവാത്ത പോലെ എനിക്ക് തോന്നും. അതായത് നല്ല രീതിക്ക് ഫേസ് ഡാർക്കൻ ചെയ്യുന്ന പോലെ എനിക്ക് ഇതുപോലുള്ള ഓർണമെൻറ്റ്സ്, താലി മാത്രമല്ല ഞാൻ പണ്ട് തൊട്ടേ ഞാൻ സ്വർണം യൂസ് ചെയ്യാത്ത ഒരാളാണ്. എനിക്കെന്തോ ആ ഒരു കളറ് എൻ്റെ കളറുമായിട്ട് എന്താ പറയുക ഇതാവുമ്പം ഭയങ്കര കറുപ്പ് മുഖത്തേക്ക് അടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഓടിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ബ്ലോക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ വൺ വേയിലൂടെ മാത്രമേ പോകുന്നുള്ളായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഹെവി ട്രാഫിക് തന്നെയായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതുപോലെ ഇവിടെ പൊതുവേ ഒരു ബ്ലോക്ക് എപ്പോഴും ചെറിയ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതുവഴി വരാൻ തുടങ്ങിയിട്ട് ഇത്രയും ഹെവി ബ്ലോക്ക് ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ് കേട്ടോ. എപ്പോഴും ഉണ്ടായിരിക്കുമായിരിക്കും, പക്ഷെ നമ്മൾ വരുമ്പം ബ്ലോക്ക് ഉണ്ടാവുമെങ്കിലും ഇത്ര ഹെവി ആയിട്ടുള്ള ബ്ലോക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരുവിധം നമ്മളവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇങ്ങെത്തിയപ്പോഴത്തേക്ക് ഇതാ നീണ്ട മറ്റേ ട്രെയിൻ പോലെ കിടക്കുന്നുണ്ട് ഈ ബ്ലോക്ക്. നല്ല ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ബ്ലോക്കിൻ്റെ എൻഡ് എവിടെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. നല്ല ലെങ്ത്തിലുള്ള ഒരു ട്രാഫിക് ജാം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡേ എന്താണെന്നറിയില്ല, രാവിലെ തൊട്ടേ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒന്നാമത് ഇതായത് എനിക്ക് തോന്നുന്നു നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് മൈൻഡിനൊരു പോസിറ്റീവ്, പിന്നെ നല്ലൊരു ഡേ ആണ്. പിന്നെ നമ്മൾ അമ്പലത്തിലേക്കാണ് പോണത്, അതൊക്കെ കൊണ്ട് മൊത്തത്തിലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ ബ്ലോക്കൊക്കെ കിടന്നതാണ് നമ്മൾ ഭഗവാന്റെ വണ്ടിയിൽ വന്നെത്തിയിരിക്കുകയാണ്. നമ്മളിനിയിപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലല്ലാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ അമ്പലത്തിലേക്ക് വരിക കേട്ടോ. അതായത് പെരളശ്ശേരി അമ്പലം, അവിടുത്തെ എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. ഇവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ധൻഷു ബേബി ഫസ്റ്റിൽ തന്നെ നമ്മുടെ കളിപ്പാട്ടങ്ങൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കത് വേണമെന്നാണ് അവൻ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പം വാങ്ങിക്കാം, ഇത് എടുത്തിട്ട് അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരുവിധം സമാധാനപ്പെടുത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് അവനെ എടുത്ത് നടക്കുന്നുണ്ട്.
അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു മനുഷ്യൻ്റെ കൂടെ നടന്നെത്തുക എന്നുള്ളതൊരു കുറച്ച് ടാസ്ക്കാണ്. കാരണം നല്ല സ്പീഡിലാണ് കേട്ടോ ചില സമയം നടക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ ഓടാണ് കേട്ടോ ഇതുപോലെ നടക്കുന്ന അവസരങ്ങളിലൊക്കെ പുള്ളിയുടെ കൂടെ ചെല്ലാറ്. അപ്പോൾ അതാ നമ്മൾ ചെരുപ്പൊക്കെ അയച്ച് വെച്ചിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അവിടെ തെയ്യം ഉണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഇവിടെ പൊതുവേ 12 മണിക്കാണ് തോന്നുന്നു നട അടക്കുന്നത്. പക്ഷേ ഇന്ന് 12:30 വരെ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് സൺഡേ ആണ്, അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വഴിപാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിപ്പിച്ച് പായസമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ധൻഷുവിന് ഷർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴായാലും നമുക്കിതുപോലെ അമ്പല ദർശനം നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക മനസ്സിനൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും. അത് എപ്പോഴും അങ്ങനെ പ്രത്യേക ദിവസങ്ങളിലാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മൈൻഡ് സെറ്റ് ആവും അല്ലേ. അപ്പോൾ അത് അങ്ങനെയൊക്കെ എന്താ പറയുക ഫീൽ ചെയ്തിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. നമ്മൾ അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു മൈൻഡിനൊരു ആശ്വാസം തന്നെയായിരിക്കും. പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ഒക്കെ കയ്യിൽ കിട്ടുമ്പോൾ, അതായത് നമ്മുടെ അവിടുത്തെ പ്രസാദം, ചന്ദനക്കുറി, ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സ് തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇനി കോഴിമുട്ട വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുകയെന്ന് അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഹസ്ബൻഡ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഈ ഒരു നടപ്പന്തലിൻ്റെ പണിയൊക്കെ എന്താ പറയുക അവരാണ് അതിൻ്റെ വർക്കൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രദർശനമൊക്കെ വെച്ച് നമ്മളത് ഈ ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇതിൻ്റെ ഐതിഹ്യം അറിയില്ലെങ്കിലും ഇത് നമ്മളെപ്പോഴും ഇവിടെ വന്നാൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും ഈ ഒരു ആലിലയിൽ നമ്മൾ ഇതുപോലെ കല്ല് പൊറുക്കി വെക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എനിക്കത് അറിയത്തില്ല, പക്ഷേ എന്നാലും ചെയ്യാറുണ്ട് കേട്ടോ. അത് ചെയ്യുമ്പോൾ നമുക്കൊരു മൈൻഡ് സെറ്റാവും. അപ്പോൾ അങ്ങനെ നമ്മൾ തെയ്യത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് തൊട്ട് താഴെ വേറൊരു അമ്പലം ഉണ്ടല്ലോ, ആ ഒരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ തെയ്യത്തിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ട് താഴത്തെ ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന, അപ്പോൾ വരുന്ന വഴിയിൽ ഒരുപാട് കൈനോട്ടക്കാർ അങ്ങനെയൊക്കെയുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ എല്ലായിടത്തും തൊഴുത് പ്രാർത്ഥിച്ച് ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ഓയിൽ പെയിൻറ്റിങ് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്കും കൂടെ കാണണം എന്നുള്ളത് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ മഞ്ചാടി, ഇത് നമ്മൾ എന്താ പറയുക ഗുരുവായൂർ പോയപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റമ്പലത്തിലുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഗുരുവായൂരൊക്കെ പോയപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ട്. മഞ്ചാടി അപ്പോൾ ധനുഷിനെ കൊണ്ട് അതൊന്ന് വാരിപ്പിച്ചതാട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ പായസവും അവിടുത്തെ വഴിപാടൊക്കെ കഴിപ്പിച്ച് നമ്മളിതാ ഇനി ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ ഉടനെ നേരെ ധനുഷ് പോയത് ഇതാ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാനാണ്. അവന് വീട്ടിൽ സെയിം കളിപ്പാട്ടം എന്താ പറയുക കണ്ടുവച്ചിട്ട് അത് തന്നെ വാങ്ങിക്കുന്നൊരു സ്വഭാവമുണ്ട്. അതായത് ഇപ്പോൾ അവൻ എടുത്ത ആ ഒരു കളിപ്പാട്ടത്തിനെ പോലെ തന്നെ ഒരു കളിപ്പാട്ടമാണ് അവന് വീട്ടിലുണ്ടായത്. അപ്പോൾ അതിൻ്റെ തന്നെ സെയിം ചെറിയൊരു ഡിഫറൻസ് എന്തോ അതിനുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടുത്തെ വലിയ ആൽമരം ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ധൻഷു ബേബിക്ക് സെലക്ട് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമാണ് കേട്ടോ. കളിപ്പാട്ടത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് എടുത്തിട്ടുണ്ട്. സെയിം സാധനം തന്നെ വീട്ടിൽ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ കൃഷ്ണൻ വിഗ്രഹമൊക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ. പിന്നെ ഇതാ മയിൽപ്പീലി, ഇതെപ്പോഴും കാണുമ്പോൾ നമുക്ക് പ്രത്യേക എന്താ പറയുക കണ്ണിനൊരു ഇത് തന്നെയാണ് മയിൽപ്പീലി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായില്ല, കാരണം നല്ല വെയിലായതുകൊണ്ട് തന്നെ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ജസ്റ്റ് ഇവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് ഇലീഷ്യൻ പാർക്കിൽ, അതായത് നമ്മുടെ തലകുത്തി നിൽക്കുന്ന വീടുണ്ടല്ലോ, അവിടുത്തെ വിശേഷങ്ങളാണ്. തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ കാണാൻ ഞാനത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ബൈ ബൈ.